ചങ്ങായിമാരെ, നമ്മളെ വണ്ടിക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ പഴയ ആ ഒരു കളറും ഇവിടെ നല്ലപോലെ ഗ്ലേസിങ്ങും. അപ്പോൾ ഞാനിതിൻ്റെ വൈസർ മാറ്റി. വൈസർ എന്ന് വെച്ചാൽ ഏറ്റവും ലോ കോസ്റ്റിൽ, അതായത് 430 റുപ്യയുടെ വൈസറാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം ഞാൻ നിങ്ങളോട് പറയാം. എന്ന് വെച്ചാൽ ഇതാണ് ഒറിജിനൽ വൈസർ. ഈ ഒറിജിനൽ വൈസറിലാണ് നമ്മൾ പഴയ കളി മൊത്തം കളിച്ചത്. അതായത് ബ്ലൂടൂത്ത് സ്പീക്കറും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മൊത്തം പൊട്ടിയത് പിന്നെ കാലപ്പഴക്കത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള വൈസറാണ് ഇത്. ഒറിജിനൽ വണ്ടി വാങ്ങുമ്പോൾ തന്നെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വൈസറാണ് ഈ ഒരു സാധനം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡൂമൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയൊക്കെ എടുത്തിന്. അപ്പോൾ അതൊന്നും അവിടെയൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. പൊളിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ ഇടുന്ന പോർഷൻസൊക്കെയാണ് പൊളിഞ്ഞു വന്നത്. ഇവിടെയൊക്കെ മൊത്തത്തിൽ നശിച്ചു പോയി. ഇനി സ്ക്രൂ ഇടുന്ന ഭാഗം ഫിഷർ കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ എക്സ്ട്രാ ഫിഷറൊക്കെ കൊടുത്തിന്. അപ്പോൾ അതൊക്കെ മൊത്തം ഫെയിലായി പോയിന്. അപ്പോൾ അതാരും അങ്ങനത്തെ പണിക്ക് നിൽക്കണ്ട. ഇതിന് ഈ ഒറിജിനൽ വൈസറിന് എന്ന് പറഞ്ഞാൽ 1100 റുപ്യ ആ റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മളെ പുതിയ വൈസർ എന്ന് പറഞ്ഞാൽ 400 ചില്ലറേൻ്റെ ആ ഒരു വൈസറിന് ഒറ്റൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഈ ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പൊന്നും ഫില്ലാക്കാൻ പറ്റില്ല. നമ്മൾ ഓടുമ്പോൾ തന്നെ ഗ്യാപ്പ് ഇളകി വരും. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കട്ടിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം പൊട്ടിക്കണം. അതായത് ഈ ഒരു സാധനം, ഈ ഒരു ഡാഷ്ബോർഡും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചതാണ്, ഒറിജിനലല്ല, രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചതാണ്. MVD ഇഷ്യൂസ് എല്ലാം വന്നുകൊണ്ട് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയിട്ട് പുതിയതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഒറിജിനലല്ല, എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റാണ്. ആക്റ്റീവ 3Gക്ക് വരുന്ന പോലത്തെ സാധനങ്ങളാണ് ഇതിന് 4Gക്ക് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒറ്റ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കട്ടിങ് മൊത്തം പിന്നെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഈ വൈസർ ഇവിടെ ഫിറ്റ് ചെയ്തത്. പിന്നെ കറക്റ്റ് സ്ക്രൂവിൽ കാര്യങ്ങളൊന്നും വീഴുന്നില്ല. സ്ക്രൂ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രൂ ആണ്, അത് നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ട് വെച്ചതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡൂമും പിന്നെ ചെറിയ പൈസയുടെയാണ്, 550 റുപ്യേൻ്റെ ഡൂമാണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ അഡ്ജസ്റ്റർ മൊത്തം പൊളിഞ്ഞ്, അഡ്ജസ്റ്ററിൻ്റെ സ്ക്രൂ മൊത്തം പൊട്ടി. അതിൻ്റെ പിന്നെ നമ്മളെ ആ ഒരു ബോൾട്ട് നെറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ടൈറ്റാക്കാൻ പറ്റില്ല, അത് മൊത്തം പൊളിഞ്ഞ്. എന്നിട്ട് ഇതിപ്പോൾ ഇവിടെ ഫിക്സാക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പുതിയ ടൈപ്പാക്കാൻ റിന്യൂ ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ നല്ലതാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ നമുക്കിങ്ങനെ കൊണ്ടുപോകാം. ഇനിയിപ്പം മാറ്റേണ്ടത് ഈ ഒരു നോസാണ്. നോസ് മൊത്തത്തിൽ പോയിന്. നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ ഇവിടെയാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ പുതിയതാക്കണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ ഈ ഒരു നോസ് പുതിയത് വാങ്ങണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ചെയ്യേണ്ടത് ഈ ഒരു നോസ് മാറ്റലാണ്. അത്യാവശ്യം ഇപ്പം വൃത്തിയൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ.